കോട്ടയം ജില്ലയിൽ തന്നെ ഇതിന്റെ ഏറ്റവും ഹൈറ്റ് കൂടിയ സ്ഥലത്തേക്കാണ് നമ്മൾ ഇന്നത്തെ യാത്ര. അപ്പൊ എന്നെ അറിയാത്തവർക്കും എനിക്കറിയാത്തവർക്കും എന്റെ പേരൊക്കെ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നുള്ളത് കോട്ടയം ജില്ലയിലെ ഇല്ലിക്കൽ കല്ലാണ്. ഒന്ന് രണ്ട് ദിവസത്തെ ചർച്ചകൾക്കൊടുവിൽ ഒരു അവധി ദിവസം വെളുപ്പിനെ കൂട്ടുകാരുമൊത്ത് തുടങ്ങിയ യാത്രയാണിത്. വെളുപ്പിനെ തന്നെ അത്യാവശ്യം നല്ല കോടയും തണുപ്പും ഉണ്ടായിരുന്നു. ആലപ്പുഴ ജില്ലയിൽ നിന്നാണ് ഞങ്ങൾ യാത്ര തുടങ്ങിയത്. കോട്ടയം ജില്ലയിലെ നമ്മുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷനായ ഇല്ലിക്കൽ കല്ലിലേക്ക് എത്താൻ 2 മണിക്കൂർ 30 മിനിറ്റ് പിടിക്കും. ഈരാറ്റുപേട്ട വഴിയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ കളത്തൂക്കട വന്ന സ്ഥലം കഴിഞ്ഞാൽ ഇല്ലിക്കൽ കല്ല് എത്തുന്നതിന് തൊട്ട് മുന്നേ വരെ വേറെ പെട്രോൾ പമ്പുകളൊന്നുമില്ല. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചു, അല്ലെങ്കിൽ പോണ വഴിക്ക് എണ്ണ തീർന്ന എവിടെയെങ്കിലും കിടക്കേണ്ടി വരും. ഇവിടേക്ക് പോകുന്നൊരു കുറച്ച് പൈസ കയ്യിൽ കരുതിക്കോണേ. എന്തിനാണെന്ന് ഞാൻ വഴിയെ പറയാം. 2.5 മണിക്കൂറിന്റെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ അങ്ങനെ ഇല്ലിക്കൽ കല്ലിലെത്തി. അത്യാവശ്യം വെയിലുള്ളൊരു സമയമായിരുന്നു ഇത്. എൻട്രി ടിക്കറ്റ് എടുക്കാൻ GPay സൗകര്യം ഒന്നും ഇവിടില്ല കേട്ടോ. ഇവിടെ മാത്രമല്ല, വരുന്ന വഴിക്ക് പല കടകളിൽ UPI സൗകര്യങ്ങൾ അവൈലബിൾ അല്ല. അതുകൊണ്ട് തന്നെ വരുന്നവരെന്തായാലും ആവശ്യത്തിനുള്ള കാശ് കൈ കരുതിക്കണം. ഞങ്ങളുടെ കയ്യിൽ ടിക്കറ്റ് എടുക്കാൻ കാശില്ലായിരുന്നു. പിന്നെ ദേവദൂതനെ പോലെ വന്നൊരു ചേട്ടന്റെ കയ്യിൽ നിന്ന് GPayയിൽ പൈസ അയച്ചു കൊടുത്ത് അത് പിന്നെ കയ്യിൽ വാങ്ങി ടിക്കറ്റ് എടുത്താണ് ഞങ്ങൾ ഇങ്ങോട്ട് കയറിയത്. നമ്മളങ്ങനെ നടന്ന് മേളോട്ട് കയറുവാണ്. ടിക്കറ്റ് ഒരാൾക്ക് 20 രൂപ ചാർജും, പിന്നെ നമ്മൾ വണ്ടിയിൽ വന്നുകൊണ്ട് 2 വീലറിന് ഒരു ബൈക്കിന് 11 രൂപ വെച്ചിട്ട് ചാർജ് ചെയ്യുന്നുണ്ട്. അവിടെ താഴെ ജീപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ജീപ്പിലൊന്നും കയറാതെ നടന്ന് ഇങ്ങോട്ട് കയറുക. എന്തുവാ കുറച്ച് ദൂരം ഒന്ന് കയറിയിട്ടേ ഉള്ളു. അശ്വര ക്ഷീണമാ, വയ്യാത് എന്തൊരു അവസ്ഥയാന്ന് പറയുന്നത്. എൻട്രൻസിന്റെ അവിടെ നിന്ന് മലമുകളിലേക്ക് എത്താൻ ജീപ്പ് സവാരി ഉണ്ടായിരിക്കും. അത് ആവശ്യമുള്ളവർക്ക് അങ്ങനെയും അല്ലാത്തവർക്ക് ഞങ്ങളെ പോലെ നടന്ന് മേളോട്ട് കയറാം. ഇത്രയും കയറിയപ്പോ തന്നെ നിമാർക്ക് എന്താ പറയാനുള്ളത്? കൊള്ളാടെ വലിയ ക്ഷീണമൊന്നുമില്ലല്ലോ. അത്രയ്ക്ക് വലിയ ക്ഷീണമൊന്നുമില്ല. പറയാൻ ചെറിയ ക്ഷീണം ഉണ്ടെന്ന് ചോദിച്ചാൽ ആ കയറ്റം കയറുന്നതിന്റെ ഒരു ചെറിയ ബുദ്ധിമുട്ടുകൾ, അതല്ലാതെ വേറെ കുഴപ്പങ്ങൾ. എന്റെ പൊന്നു ഒരു രക്ഷയില്ല കേട്ടോ. ആകാശമൊക്കെ കാണാൻ അടിപൊളി. എന്താ ക്ഷീണമായോ? അല്ലെ തുടങ്ങിയിട്ടല്ലേ ഉള്ളു. വാ കേറാം. എടാ ഇത് 2 കിലോമീറ്റർ ഉണ്ട് മുന്നോട്ട്. വാ നടന്നു ടിക്കറ്റ് എടുത്ത് കയറി എടുത്ത് ഭാഗത്ത് നിന്ന് ഏകദേശം ഒരു 2 കിലോമീറ്റർ ഉണ്ടെന്നാണ് ഞാൻ ഏതൊരു വീഡിയോ ഒക്കെ കണ്ടിട്ടുള്ളത്. അത്യാവശ്യം നടക്കാനുണ്ട്. ഞങ്ങൾ ആപ്പാടെ ഒരു 3-4 വളവൊന്ന് കഴിഞ്ഞ് വന്നതേ ഉള്ളു. ഇത്ര നേരെ ഒരു 8 മണി 8:30 9 മണി ടൈമിനുള്ളിലായിട്ടുള്ളൂ. പക്ഷെ അത്യാവശ്യം വെയിലുണ്ടെങ്കിൽ തന്നെ ഒരു തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ശ്വാസം പോടുന്നു. നടന്നാണ് കയറുന്നതെങ്കിൽ കുറച്ച് ഷോർട്ട് കട്ടൊക്കെ പിടിച്ച് മേളിച്ചല്ല. മേളിൽ എത്താറായപ്പോഴേക്ക് ക്ഷീണിച്ചൊരു പരുവായി. എന്നാലും നമ്മൾ വിട്ടുകൊടുക്കാൻ നിന്നില്ല. നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അവിടെ ജീപ്പ് സവാരിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ നടന്നിപ്പോ ഏകദേശം മേളിലെത്താറാകുന്നേ ഉള്ളു. ബാക്കിൽ നിങ്ങൾക്ക് കാണാം. നല്ല ക്ഷീണമുണ്ടല്ലേ കുട്ടിക്ക്. ഇനി ഇല്ലിക്കൽ കല്ലിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഞാനൊന്ന് പറഞ്ഞുതരാം. ഇല്ലിക്കൽ കല്ലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കോട്ടയം ജില്ലയിലെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് ഇവിടം. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 4000 അടി അഥവാ 1036 മീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായ ഇവിടം പ്രകൃതിയുടെ മനോഹരമായ കുറെ കാഴ്ചകൾ സമ്മാനിക്കുന്നു. ചില ഐതിഹ്യങ്ങൾ അനുസരിച്ച് നീലക്കൊടുവേലി എന്ന ഔഷധ സസ്യം ഈ മലകളിൽ വളരുന്നതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇവിടെ പ്രധാനമായും 3 പാറക്കൂട്ടങ്ങളാണുള്ളത്: കുടക്കല്ല്, കൂനൻകല്ല്, നരകപ്പാലം. സുരക്ഷാ കാരണങ്ങളാൽ നരകപ്പാലത്തിലേക്കുള്ള പ്രവേശനം ഇപ്പോൾ ഇല്ല. ഇല്ലിക്കൽ കല്ലിന്റെ ബാക്ക് സൈഡ് വ്യൂ അടിപൊളിയാണ്. ഇവിടെ വരുന്നവര് അവിടെ കൂടെ പോകാനും ശ്രമിച്ചു. ഞങ്ങൾ ചെന്നത് ഏതോ ഭാഗ്യമില്ലാത്ത സമയത്താണെന്ന് തോന്നുന്നു. കോടയിലായിരുന്നു, ആകെ മൊത്തം വെയിൽ മാത്രം ബാക്കി. ഇവിടെ നിന്ന് കുറച്ച് വിശ്രമിച്ച ശേഷം ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു. അല്ല ഇതും കൂടുന്നു, ചൂടും കൂടുന്നു. വെളുപ്പിനെ 2 മണിക്കല്ലേ എണീറ്റ്. വിഷമിക്കണ്ടോ, 2 മണിക്കല്ലേ എണീറ്റത്. ഞങ്ങൾ 3-3:30 എണീറ്റു. ഇൻട്രോ പോലും മര്യാദക്ക് എടുക്കാൻ പറ്റില്ല. അമ്മാതിരി പൊരിഞ്ഞ വെയില്. പെരുന്നാളിൽ തന്നെ വരാൻ ശ്രമിക്കുക. വന്ന് കണ്ട് ഒരു 5-10 മിനിറ്റ് ഇവിടെ നിന്നിട്ട് പൊക്കും. അതായിരിക്കും നല്ലത്. അല്ല പൊരിഞ്ഞ വെയിലെന്ന് വെച്ചാൽ പൊരിഞ്ഞ വെയില്. മേളിൽ പോയിട്ട് അവിടെ പോയി നിൽക്കാൻ വയ്യ. കരിഞ്ഞ് വാടും നമ്മൾ. ഒരു രക്ഷയില്ലാത്ത വെയിലെന്ന് വെച്ചാൽ രക്ഷയില്ലാത്ത വെയില്. കഷ്ടപ്പാട്. അവിടുന്ന് കഷ്ടപ്പെട്ട് മേളി വരെ കയറിയിട്ട് അവിടെ പോയി വെയിൽ കൊള്ളണം. എന്ത് കാര്യത്തിന് അറിഞ്ഞു വീട്ടിലൂടെ എങ്ങനെയാണെങ്കിൽ സൈഡിലത്തെ ആ കൈവരി കൂടെ പിടിച്ച് താഴോട്ട് പോവാം. വീണ് കഴിഞ്ഞാൽ പിന്നെ മടിക്കേണ്ടി വരുമെന്ന് പറയുന്നു. ഉണ്ടെങ്ങാണ്ടോ ആരോ വാഴ. ഞങ്ങളിപ്പോ വന്നത് ജനുവരി മാസത്തിലെ 2nd വീക്കിലാണ്. പക്ഷെ ഭയങ്കര ചൂടെന്ന് വെച്ചാൽ ഭയങ്കര ചൂട്. ഇപ്പൊ ഏണ്ടൊരു 9:45 ആ സമയം ആയതേ ഉള്ളൂ.
പൊരിഞ്ഞ വെയിലെന്ന് വെച്ചാൽ പൊരിഞ്ഞ വെയിൽ. ഇതിനെ മേളെ നിൽക്കാൻ പോയിട്ട് ഇവിടുന്ന് അങ്ങോട്ട് കയറാൻ പോലും കഷ്ടപ്പാടായിരിക്കും. വരുന്നവരൊക്കെ വരാൻ പറ്റിയ നല്ല സമയം നോക്കിയിട്ട്, ഇച്ചിരി തണുപ്പൊക്കെ ഉള്ള സമയം നോക്കിയിട്ട് വരിക. അതും കഴിവതും കുറച്ച് വെളുപ്പിനെയൊക്കെ ഇറങ്ങി ഒരു രാവിലെയൊക്കെ ഓപ്പൺ ആവാൻ സമയത്ത് വന്ന് കയറാൻ പറ്റിയ ടൈമിൽ വരിക, അതായിരിക്കും നല്ലത്. എന്താ ഷിനോ പറയാനുള്ളത്? ഇവിടെ വരുന്ന അത്ര വെയിലും കയറുന്ന വഴിയൊക്കെ ഭയങ്കര ടാസ്ക്കാണ്. ഇപ്പൊ ഇച്ചിരി തണുപ്പുണ്ടല്ലേ? മേളിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുമ്പോ ഇച്ചിരി തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആസ്വദിച്ചത്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് കട്ടിക്കയം വാട്ടർഫാളിലേക്കാണ്. ഇവിടെ നിന്ന് അടുത്താണ്, ഒരു 4 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. നമ്മളങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇവിടെ തൊട്ടടുത്ത് വരുന്ന വഴി തന്നെ ഒരു വാട്ടർഫാൾസും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അതൊന്ന് കാണാനായിട്ട് പോവുകയാണ്. കട്ടിക്കയം വാട്ടർഫാൾ എന്നാണ് എൻ്റെ പേര്. ഇങ്ങനെ നടന്നിട്ട് കുറച്ച് അങ്ങോട്ട് നടക്കാറുണ്ട്. നമ്മൾ ആ വരുന്ന വഴിയിൽ തന്നെ അവിടെ ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അത് നോക്കിയിട്ട് കുറച്ച് ഉള്ളോട്ട് കയറി വരണം. എന്നിട്ട് അത്യാവശ്യം നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളവിടെ നിന്ന സമയത്ത് നല്ല വെയിലെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത വെയിൽ. സമയം അങ്ങനെ 10 മണി 10:30 ആയിട്ടുള്ളൂ. പക്ഷെ നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ ഈ പോകുന്ന വാട്ടർഫാൾസിനകത്ത് വെള്ളം ഉണ്ടാകുമോ എന്ന് തമ്പുരാനറിയാം. അവിടെ വരെ എന്തായാലും ഒന്ന് പോയി നോക്കാം. ഇവിടെ അങ്ങനെ എൻട്രി ഫീയും കാര്യങ്ങളും ഒന്നുമില്ല. നമുക്ക് എന്തായാലും പോയിട്ട് അവിടെ എന്താ വെള്ളം ഉണ്ടോ ഇല്ല വെച്ചാൽ നോക്കാം. ഞങ്ങൾ ഇവിടുന്ന് ചെന്നത് ഉടക്ക് സമയത്താണ്. അതുകൊണ്ട് തന്നെ വെള്ളത്തിന്റെ ഒഴുക്ക് കുറവായിരുന്നു. പകുതിയോളം വഴി നല്ലതായിരുന്നു. പിന്നെ കുറച്ച് താഴേക്ക് ഇറങ്ങി ചെന്നിട്ട് വേണം വെള്ളച്ചാട്ടത്തിന്റെ അടിവാരത്തേക്ക് എത്താൻ. പിന്നെ ഇവിടുത്തെ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഒന്ന് പറഞ്ഞുതരാം. കട്ടിക്കയം വാട്ടർഫാൾസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കോട്ടയം, ഇടുക്കി ജില്ലകളുടെ അതിർത്തി പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇല്ലിക്കൽ കല്ലിലേക്കോ ഇലവീഴ പൂഞ്ചിറയിലേക്കോ വരുന്നവർക്ക് കണ്ടിരിക്കാൻ പറ്റിയ അടിപൊളി വെള്ളച്ചാട്ടമാണിത്. ഇല്ലിക്കൽ കല്ലിൽ നിന്നും ഏകദേശം 4 കിലോമീറ്റർ ദൂരമേ ഇങ്ങോട്ടേക്കുള്ളൂ. പച്ചപ്പ് നിറഞ്ഞ കാടിനുള്ളിൽ പാറക്കെട്ടുകളിലൂടെ പതഞ്ഞൊഴുകുന്ന മനോഹരമായ ഒരു വെള്ളച്ചാട്ടം. ഏകദേശം 50 അടിയോളം ഉയരത്തിൽ നിന്ന് വെള്ളം താഴേക്ക് പതിക്കുന്നു. എടുത്തു പറയേണ്ടത് വെള്ളച്ചാട്ടത്തിന് താഴെയുള്ള തടാകത്തെ പറ്റിയാണ്. ഞങ്ങൾ പോയ സമയത്ത് വെള്ളം കുറവായതുകൊണ്ട് ഒന്ന് ഇറങ്ങി കുളിക്കാനൊക്കെ പറ്റി. ഇല്ലിക്കൽ കല്ലിൽ നിന്നും കിട്ടിയ ചൂടിന് ഇവിടുത്തെ വെള്ളത്തിന്റെ തണുപ്പ് അതൊരു ആശ്വാസമായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് ഇലവീഴ പൂഞ്ചിറയിലേക്ക് പോകുന്ന വഴി ഭക്ഷണം കഴിക്കാൻ കയറിയത് ഒരു വാപ്പയെ ഉമ്മിച്ച് നടത്തുന്ന വീട്ടിലൂണിലാണ്. 70 രൂപയ്ക്ക് അത്യാവശ്യം നല്ലൊരു ഊണാണ് കേട്ടോ. വാട്ടർഫാൾസിന് തൊട്ടടുത്താണിത്. ഇലവീഴ പൂഞ്ചിറയിലേക്ക് പോകുന്ന വഴി വളരെ മോശമായിരുന്നു. ടാറിട്ട റോഡിൽ ടാറില്ലാത്ത അവസ്ഥ. അവസാനം ഞങ്ങൾ അങ്ങനെ അവിടെ എത്തി. ഇങ്ങോട്ട് കയറാൻ വേണ്ടിയിട്ട് എൻട്രി ഫീയും കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ ഇലവീഴ പൂഞ്ചിറ എന്ന സിനിമയിലൂടെ ഫേമസ് ആയ ഇലവീഴ പൂഞ്ചിറ എന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. താഴെ നമ്മൾ വന്ന് അവിടെ നിന്ന് മേളോട്ട് നടന്ന് കയറുകയാണ്. നമ്മുടെ ഇതുവരെയുള്ള യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മൾ ഇല്ലിക്കൽ കലി പോയതിനെക്കാട്ടി അടിപൊളിയായിരുന്നു ആ വാട്ടർഫാളിൽ പോയത്. നമുക്ക് അവിടെ താഴെ ജീപ്പ് സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് മേളോട്ട് വരാൻ കേട്ടോ. പക്ഷേ ഞങ്ങള് ജീപ്പിലൊന്നും കയറാൻ നമ്മൾ അങ്ങനെ നടന്ന് പോവുകയാണ്. പക്ഷെ നല്ല പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. വീഴാപ്പൂഞ്ചിറ എന്ന സൗബിനിക്കയുടെ സിനിമയ്ക്ക് ശേഷമാണ് നമുക്ക് ഈ സ്ഥലം ആൾക്കാർ അറിയാൻ തുടങ്ങിയത് തന്നെ. പക്ഷെ ഇങ്ങോട്ടുള്ള വഴി എൻ്റെ പൊന്നു ഒന്നും പറയണ്ട. പാറയും പൊടിയും. നമ്മളങ്ങനെ നടന്നൊരു പകുതിയോളം എത്തി. ഇവിടുന്ന് അതിൻ്റെ ടോപ്പ് ഭാഗം കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ കുറച്ച് കാര്യങ്ങൾ ഞാനൊന്ന് പറഞ്ഞു തരാം. കേരളത്തിലെ കോട്ടയം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു മലയോര വിനോദസഞ്ചാര കേന്ദ്രമാണ് ഇലവീഴ പൂഞ്ചിറ. കോട്ടയം, ഇടുക്കി ജില്ലകളുടെ അതിർത്തിയിലാണ് ഈ പ്രദേശം വരുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 3200 അടി ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇലവീഴ പൂഞ്ചിറ എന്ന വാക്കിനർത്ഥം ഇലകൾ വീഴാത്ത ഒരു കുളം എന്നാണ്. ഈ പ്രദേശം മണക്കുന്ന്, കടയത്തൂർ മല, തോണിപ്പാറ എന്നീ 3 കൂറ്റൻ മലകളാൽ ചുറ്റപ്പെട്ട താഴ്വരയാണ്. ശക്തമായ കാറ്റുള്ളതിനാലും ഇവിടെ വലിയ മരങ്ങൾ ഇല്ലാത്തതിനാലും പൂഞ്ചിറ എന്ന കുളത്തില് ഇലകൾ വീഴില്ല എന്നും പറയപ്പെടുന്നു. മഹാഭാരത കഥയുമായി ബന്ധപ്പെട്ട ഒരു ഐതിഹ്യം ഇവിടെ ഉണ്ട് കേട്ടോ. പാണ്ഡവന്മാരുടെ വനവാസകാലത്ത് ഭീമസേനൻ പാഞ്ചാലിക്ക് കുളിക്കുന്നതിനായി നിർമ്മിച്ച ഒരു കുളമാണ് ഈ താഴ്വരയിൽ ഉള്ളതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇനി അങ്ങനെ കുറച്ചുകൂടെ മേളോട്ട് കയറി കഴിഞ്ഞാൽ നമ്മൾ ആ സിനിമയ്ക്കകത്ത് കാണിക്കുമ്പോൾ ആ ഭാഗം ഉണ്ടല്ലോ, ആ വയർലെസ് സ്റ്റേഷൻ കാര്യങ്ങളൊക്കെ ഉള്ള ഇലവീഴ പൂഞ്ചിറയിലെ ടോപ്പ് ഭാഗത്ത് അവിടോട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത്. മറ്റേ ആ സിനിമയെ പറയത്തില്ലേ, അപ്പർ സൈഡ് ഇടുക്കിയും ഇപ്പർ സൈഡ് കോട്ടയം എന്നൊക്കെ പറയുന്നത്, ആ സ്ഥലമൊക്കെ ഇപ്പൊ കാണിച്ചത്. മലമുകളിൽ നിന്നുമുള്ള വിശാലമായ താഴ്വരയുടെ കാഴ്ച അതിമനോഹരമാണ്. മഴക്കാലത്താണ് ഇവിടെ കൂടുതൽ പച്ചപ്പണിഞ്ഞ് സുന്ദരമാകുന്നത്. കേരളത്തില് സൂര്യോദയവും അസ്തമനവും ഒരുപോലെ കാണാൻ കഴിയുന്ന മനോഹരമായ സ്ഥലങ്ങളിൽ ഒന്നാണ് ഇവിടം. പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാനും ശാന്തമായ സമയം ചെലവഴിക്കാനും ഒരു ദിവസം കൊണ്ട് കറങ്ങി കാണാൻ പറ്റിയ സ്ഥലങ്ങളാണിവ. കോട്ടയം, തൊടുപുഴ, പാല തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് റോഡ് മാർഗം നിങ്ങൾക്ക് ഇവിടേക്ക് എത്താവുന്നതാണ്. മലമുകളിലേക്ക് ജീപ്പ് സഫാരി സൗകര്യം ലഭ്യമാണ്. നമ്മൾ അവിടുന്ന് ഇറങ്ങി തിരിച്ച് പോവുകയാണ്. എല്ലാവരും ടാറ്റ കൊടുത്തേ. ശരിയെന്നാ.